കുവൈറ്റ് കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ ഈ വർഷവും അവാർഡ് വിതരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തി. കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ സംഘടിപ്പിച്ച പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. This news sponsored by ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, കാഞ്ഞങ്ങാട്. ജീവകാരുണ്യ വിദ്യാഭ്യാസ മേഖലകളിലെ ശ്രദ്ധേയ സാന്നിധ്യമായ കുവൈറ്റ് കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ ഈ വർഷവും വിപുലമായ രീതിയിലാണ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അതോടൊപ്പം തന്നെ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തിയത്. കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 2000-ഓളം ആളുകൾ ചേർന്ന് രൂപീകരിച്ചിരുന്ന സാമൂഹ്യ കൂട്ടായ്മയാണ് ഈ KEA എന്ന് പറയുന്ന സംഘടന. സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, ജീവകാരുണ്യ മേഖലകളിലൊക്കെ സുസ്ഥിരമായി പ്രവർത്തിക്കുന്ന ഈ സംഘടന 21 വർഷത്തിനിടയിൽ സാമൂഹ്യ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്നുവെന്ന് പ്രത്യേകം എടുത്തു പറയാൻ കഴിയും. പരിപാടിയിൽ KEA പ്രസിഡന്റ് എഞ്ചിനീയർ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ഉദുമ MLA K നീലകണ്ഠൻ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, അക്കര ഫൗണ്ടേഷൻ ചെയർമാൻ അസീസ് അക്കര, മൻസൂർ ആശുപത്രി ചെയർമാൻ കുഞ്ഞാമത് ഹാജി പാലക്കി, KEA കുവൈറ്റ് ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് കോളിയടക്കം, അഡ്വൈസറി ബോർഡ് അംഗം മുനീർ കുണിയ, സാൽമിയ ഏരിയ ജനറൽ സെക്രട്ടറി ഫഫാസ് അതിഞ്ഞാൽ, അബ്ബാസിയ ഏരിയ ട്രഷറർ ഷംസുദ്ദീൻ ബദരിയ, ഹസൻ മാങ്ങാട് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി അനിൽ കള്ളാർ സ്വാഗതവും ട്രഷറർ മൊയ്തു ഇരിയ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഓപ്പറേഷൻ തൂഫാൻ മുൻനിർത്തി നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ ഹോസ്തൃക് പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രദീപൻ കോതോളി ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.